ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ബാലിയിലാണ് ഉള്ളത്. രാവിലെ എണീറ്റു. ഇവിടെ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയാണ്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹോട്ടലിൽ നിന്ന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് റെഡി ആയിട്ട് നമുക്കൊരു 10 മണിയാകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്നത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ ബാലിയിലെ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേൻ്റെ വ്ളോഗ് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ചാർജ് കുറവായിരുന്നു ഫോണിൽ. അപ്പം എനിക്ക് ഫുൾ ഡേ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യമായിട്ട് അതിലൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇതിൽ ചാർജൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഫുള്ള് ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഫുള്ളായിട്ട് കാണാം. ആക്ടിവിറ്റീസും കാര്യങ്ങളും ബാലിയിലെ സ്ഥലങ്ങളൊക്കെ. നമുക്കിന്ന് മെയിനായിട്ട് വാട്ടർ സ്പോർട്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ടെമ്പിളിലൊക്കെ പോകാനുണ്ട്. അപ്പം ഇന്നിപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ലതാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. നമ്മളതിവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കട്ടെ. അടച്ചോ. നെക്സ്റ്റ് നസി ഗർവാൻ, ഇത് കുറച്ചെടുക്കാം അല്ലേ. പിന്നെ നമുക്ക് എന്തോ ഫ്രൈഡ് ഗ്ലാസ് നൂഡിൽസ് വരുന്നുണ്ട്. റോസ്റ്റഡ് പൊട്ടറ്റോ വരുന്നുണ്ട്. സീസണിങ്സ് വരുന്നുണ്ട്. ഒരു സൂപ്പും ഒരു കഞ്ഞിയും വരുന്നുണ്ട്. അതെടുത്തോ. സ്റ്റൂ വരുന്നുണ്ട്. മാക്രോണി ടൊമാറ്റോ ഹെർബ്സ് വരുന്നുണ്ട്. കോണ് വരുന്നുണ്ട്. ഇതെന്തോ വെജിറ്റേറിയൻ ഐറ്റമാണ്. ടാഹു കോക്കാറ്റ്. പിന്നെ ഒരു സാലഡ് ടൈപ്പ്. നമുക്കപ്പോൾ കുറേ ഐറ്റംസ് ഫുഡിന് വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിട്ടൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിവിടെ പിന്നെ മക്രോണി ഒന്നും എടുത്തില്ല. വാട്ടർ, ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ്, പിന്നെ കോഫി ആൻഡ് ടീ വരുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ ക്രീം ആൻഡ് ഷുഗേഴ്സ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ വെജിറ്റബിൾ കറി വരുന്നുണ്ട്. ഓക്കെ, നമ്മളെ കുറുമ സ്റ്റൈല്. പിന്നെ ഇന്ത്യൻ ഫ്രൈഡ് റൈസൊക്കെ കാലിയായി. സ്പെഷ്യൽ കോർണറിൽ നമുക്ക് വെജിറ്റേറിയൻ എന്തോ സോസ്, പൊറോട്ട, ഓംലേറ്റിനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ കുറേ സീസണിങ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവർ നമുക്ക് ആഡ് ചെയ്തിട്ട് ഓംലേറ്റോ ബുൾസൈയോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ആക്കി തരും. ഇവിടെ ഒരു ബ്രെഡിൻ്റെ ഏരിയ ഉണ്ട്. പാൻ കേക്ക്സ് ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് എത്തി. അയ്യോ, ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. എക്കത്തിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതിലെനിക്ക് മെയിനായിട്ട് എനിക്ക് വാട്ടർ മെലൺ ഇഷ്ടമായി. പിന്നെ ആ ഫ്രൈഡ് പൊട്ടറ്റോ, ചിക്കൻ കറി, സൂപ്പോ സ്റ്റ്യൂ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡ് കുഴപ്പമില്ല. പാൻ കേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇഷ്ടമായി. ഇനിയിപ്പോൾ 9:30 10 മണിയാകുമ്പോഴേക്കും നമുക്ക് റെഡി ആവണം. അപ്പം റെഡി ആയിട്ട് കാണാം. അപ്പം നമ്മൾ റെഡിയായി. നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നും കൂടി ഇവിടുത്തെ സ്റ്റേ ഉള്ളൂ. ഇന്നലെയും കൂടി ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇന്നും നാളെ നമ്മൾ പൂൾവില്ലയിലാണ്. അപ്പം ഓട്ടപ്പാച്ചിലായി. ഇപ്പോൾ ഈ സമയം 10 മണി കഴിഞ്ഞു. 10 മണിയാകുമ്പോഴേക്ക് റെഡി ആവാൻ നോക്കിയതാണ്. പക്ഷേ എങ്കിൽ ലേറ്റായിപ്പോയി. ഒക്കെ എടുത്ത് വെക്കും കൂടെ ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് നല്ല വെയിലുണ്ട് ഇന്ന്. ഇന്നലെ നല്ല മഴയും തണുപ്പാണെങ്കിൽ ഇന്ന് ഭയങ്കര വെയിലാണ്. കണ്ണ് ഉറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേക്കാം. വേട്ടൻ്റെ കോസ്റ്റ്യൂം, ഇന്നലെ ഈ ഹാർബറിലേക്ക് തന്നെയാണ് വന്നത്. അപ്പം നമ്മൾ ഇന്നും അവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യേണ്ടത്. ഇവർ ഫോൺ ലോക്കറിൽ വെക്കണമെന്ന് പറയുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എന്താ ഓപ്ഷൻ ഉള്ളത് പറഞ്ഞത്. നമ്മൾ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും നനയും. അതുകൊണ്ട് പിന്നെ ഇവിടെ ലോക്കറിലെല്ലാം വെക്കണം. പിന്നെ നമുക്ക് വീഡിയോയും ഫോട്ടോസും എടുക്കണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നോക്കാം.
package. Packet only. പാക്കേജിൽ വരുന്നത് ഒന്ന് പാരാസെയിലിങ്ങും പിന്നെ ഒന്ന് ബനാന ബോട്ടും പിന്നെ ഒന്ന് ഫ്ലൈ ബോട്ടാണ്. അല്ല, ജെറ്റ് സ്കൈ ആയിരുന്നു. ഫ്ലൈ ബോട്ട് അല്ലേ? ജെറ്റ് സ്കീ ആണ്, ഫ്ലൈ ബോട്ട് അല്ല. ഇവിടെ പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മൾ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് നനയുന്നവരെന്തായാലും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിൽ നനയുന്നു. നല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാം. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോൺ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവുന്ന ഇവർ പറയുന്ന സംഭവം അതല്ല. ഇവരുടെയൊക്കെ തന്നെ ക്യാമറയും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അതിന് ഇവിടുത്തെ 7 ലക്ഷം ഞങ്ങളുടെ പറഞ്ഞത്. അപ്പം നമ്മളെന്തായാലും എല്ലാവരും ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടൂലല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നതായിരിക്കാം. നമ്മളപ്പോൾ ചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ കണ്ടോ, ബാക്കിൽ ഇവിടെയൊക്കെ ലോക്കറാണ്. ഈ ഇവിടെ നമ്മൾ 50,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലോക്കർ തരും. അപ്പോൾ ലോക്കറിൽ സാധനം വെച്ചിട്ട് വേണം ഇറങ്ങാൻ. അത് കഴിഞ്ഞ് നമുക്ക് ഒക്കെ കഴിഞ്ഞ് വന്ന് പൈസ കീ തിരിച്ചു കൊടുത്താൽ അവർ പൈസ തിരിച്ചു തരും. അപ്പോൾ നമുക്ക് ലോക്കറിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാം. എന്തായാലും നോക്കട്ടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. നമ്മൾ ഇങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞെത്തി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടാണ്. വെയിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനോട് നമുക്ക് പൊള്ളുന്ന വെയിലാണ്. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിങ്ങനെ ആദ്യമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ വേണ്ടിയിട്ട് കിട്ടേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പാരാസൈലിങ്ങിന് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ആ ബോട്ട് ഇനി തിരിച്ചെത്തിയിട്ടാണ് നമ്മളെ വേറൊരു ബോട്ടിൽ കയറ്റി അയക്കുക ചെയ്തത്. അപ്പോൾ അത് വന്നാലേ നമുക്കിനി ഫോട്ടോസ് കിട്ടുള്ളൂ. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു ഇളനീര് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. വലുതാണ് ഇവിടുത്തെ കണ്ടത്. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കട്ടെ എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. ഇളനീര് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇളനീര്. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. പിന്നെ അവർ ഓപ്പണൊക്കെ ചെയ്തിട്ട് സ്ട്രോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കോരി തിന്നാനൊരു സ്പൂണും ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പൾപ്പ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിൽ അത്ര കട്ടിയൊന്നുമില്ല. അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി. നമ്മളിനി തിരിച്ചല്ല അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മളപ്പോൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ തോന്നുന്നു നമ്മൾ 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലേ? 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം 1:30 കഴിഞ്ഞു. ഇനി 1 മണിക്കൂറും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് ആക്ടിവിറ്റീസിൽ ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുന്ന. പക്ഷേ എനിക്ക് തോന്നുന്ന ആക്ടിവിറ്റീസിനെക്കാളും നമുക്ക് ട്രാവലിംഗ് ടൈമാണ് ഇവിടെ കൂടുതൽ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ദൂരം അധികമാണ്. പിന്നെ ഈ ഒരു ടൈമൊക്കെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അങ്ങനെ ബ്ലോക്കായിട്ടില്ല, പക്ഷെ വണ്ടികൾ ഇഷ്ടം പോലെ ഓടുന്നുണ്ട്. പിന്നെ നല്ല ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഇവിടുത്തെ അവരുടെ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അനാവശ്യമായിട്ട് ഇങ്ങനെ ഹോൺ അടിക്കുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു ഒന്നുമില്ല. അവരവരെ പാട്ടിന് നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇനിയിപ്പം സമയം 1:30 നമ്മളിപ്പോൾ 2:30 ആകുമ്പോൾ അവിടെ എത്തുന്ന പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഭയങ്കര ചൂടാണ്. ഇന്നലെ തണുപ്പും മഴയൊക്കെ ഉണ്ടായതിനനുസരിച്ച് ഇന്ന് അതിൻ്റെ ഇരട്ടി ചൂടുണ്ട്. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നോക്കട്ടെ, നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഒരു ടെമ്പിളിലേക്കാണ്. എന്താ ടെമ്പിളിൻ്റെ പേര്? താനാലോട്ട്. TANHLOTA ലോട്ട.
LOT തോന്നുന്നു. അപ്പോൾ അത് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് അമ്പലത്തിന് ചുറ്റും കടലായിട്ടാണ്. ഗൂഗിളിൽ അങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലാണ് കറക്റ്റ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം, നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പം 2:45. അപ്പം നമ്മളിവിടെ ഓൺ ദ വേ 8 മിനിറ്റ് ദൂരമാണ് കാണിച്ചത്. ഒരു സീ ഫുഡിൻ്റെ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് ഉള്ളത്. ആണ് ഇവിടുത്തത്, എനിക്കിഷ്ടമായി. അപ്പം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. എന്തായിരുന്നു, ബട്ടർ നാനും ചിക്കൻ ടിക്ക മസാല ഓർഡർ ചെയ്തത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ നന്നാവുമോ നമുക്ക് അറിയില്ല. പിന്നെ വൻ റേറ്റാണ്, നല്ല റേറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പം നാനും പിന്നെ 2 ലൈമും ചിക്കൻ ടിക്ക മസാല ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് വന്നിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവർ നമുക്ക് പ്ലേറ്റും പിന്നെ ഒരു എന്തോ ഒരു സ്നാക്ക് ചിപ്സാ തോന്നുന്നുണ്ട്, മധുരമുള്ള ചിപ്സാണ്. പൊട്ടറ്റോ ചിപ്സിന് സ്വീറ്റ് ആയിട്ടില്ല, ഇതും കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് വരട്ടെ. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി, പക്ഷെ എന്തോ സ്കിന്നൊക്കെ കൂടെ എന്താ പറയുക, എന്തോ റാഷസ് ആയ പോലെയുണ്ട്, ചൊറിഞ്ഞിട്ട്. ഞാൻ അപ്പോൾ നല്ലോണം ഇവിടുന്ന് കഴുകി. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വെയിലടിച്ചുകൊണ്ടായിരിക്കും, നല്ല വെയിലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പോൾ ഫുഡ് വരട്ടെ. കയപ്പ ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക കറി. പിന്നെ നമുക്ക് സാലഡ് സോസ് അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്. പിന്നെ ബ്രെഡ്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ 8 മിനിറ്റാണ് ദൂരം കാണിച്ചത്. പിന്നെ ഈ ഹോട്ടലിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട എന്താണെന്ന് പറയാം, ഞാൻ വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ സാധാ ലോക്കല്ല, നമ്മൾ പഴയ, അതായത് കേരളത്തിലൊക്കെ ഉള്ള പഴയ ടൈപ്പ് ഇല്ലേ, എന്താ അതിന് പറയാ, ഇങ്ങനെ ഇടുന്നേ, വലിച്ചിടുന്നേ, എന്തായാലും പറയാ, ഓടാമ്പല. ആ സാധനമാണ് ബാത്റൂമിൽ ഉണ്ടായത്. പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ കുറേ മലയാളികളൊക്കെ കണ്ടു. നമുക്കിങ്ങനെ വേറൊരു സ്ഥലത്ത് വന്നിട്ട് മലയാളികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അവർ കൊച്ചിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പിളിലേക്ക്. ഇനിയിപ്പോൾ ടെമ്പിളിൽ എത്തിയിട്ട് നോക്കാം. വെയിൽ നേരത്തെയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാതിയെ കൂടി. ഈ പാടി എത്തിയിട്ട് ഇതേ വെയിലാണെങ്കിൽ കരിഞ്ഞു പോകും, ഉറപ്പാം. നോക്കട്ടെ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ. നമ്മളപ്പോൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ പാർക്കിങ്ങിലാണ്. കണ്ടു, കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഓക്കെ, പാർക്കിംഗ് നിന്ന് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടത്. ഇവിടെ കുറേ ഷോപ്പുകൾ, നമ്മളിങ്ങനെ കൂർഗിലൊക്കെ പോകുമ്പോൾ കാണില്ലേ, കുറേ ഷോപ്പുകൾ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന അങ്ങനെ കുറേ ഷോപ്പുണ്ട്. ഞാനാകെ ബ്ലഷിട്ട അവസ്ഥയിലാണ് ഉള്ളത്, വെയിൽ കൊണ്ട്. ഇങ്ങനെ എന്താ പറയുക, പുകയുന്നൊക്കെ ഉണ്ട്. മുഖമല്ല, കൈയൊക്കെ. മുഖത്ത് അങ്ങനെ വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ ഷോപ്പൊക്കെ. 2,90,000 നമുക്ക് ഇവിടെ ക്യാപ്പ് ഉണ്ട്, ക്യാപ്പ് വെച്ച് നോക്കാം അല്ലേ. ലെഫ്റ്റ് എടുക്കാമല്ലേ പറഞ്ഞേ, നമ്മൾ വന്ന വഴി തിരിച്ചു പോകാനാ. ഇങ്ങനത്തെ കുറേ ക്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിങ്ങനത്തെ ഒരു ക്യാപ്പ് വാങ്ങി. നല്ല രസമുണ്ട്. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലും കൊള്ളില്ല, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ബോക്കെ വരുന്ന ടൈപ്പ്. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. നല്ല കാറ്റുണ്ട് ഇവിടെ, എന്താ സുഖം എന്നറിയോ, ആ ചൂട്ടത്തുനിന്ന് കാറ്റിലേക്ക് വന്ന് ഇറങ്ങുമ്പം. ഓ, നല്ല കാറ്റാണ്, എന്താ സുഖം എന്നറിയോ. മുടി പറക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താ കാറ്റ് എന്ന്. പിന്നെ അങ്ങനെ ഇങ്ങനെ ആള് തിരക്കൊന്നുമില്ല കേട്ടോ, ആളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷം. അതാണ് അമ്പലം. കടൽ ചുറ്റും കടല്, നടുക്ക് അമ്പലം. തെങ്ങ് മറങ്ങുന്നുണ്ടല്ലേ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ കാണാം. അതാണ് കണ്ടോ. പക്ഷെ നമുക്ക് അമ്പലത്തിൻ്റെ അവിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എൻട്രൻസ് ഉണ്ട് കുറച്ച്, നമുക്ക് അതിൻ്റെ അവിടെ ഒരു ആൾക്കാരൊക്കെ കൂടുതൽ നിൽക്കുന്നുണ്ടോ, അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമായിരിക്കണം.
കണ്ടോ പില്ലർ. നമ്മൾ നാളെ പോകുന്ന ഒരു ടെമ്പിളിൽ ഇതേ ടൈപ്പ് പില്ലറാണ്. നമുക്ക് അവിടുന്ന് എന്താ ഇതിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഇത് ആ ഒരു ടൈപ്പ് തന്നെ. ഇതേ അവിടെ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങ് സെയിം ടൈപ്പ് പില്ലേഴ്സ്. ഇവിടെ ചേച്ചി എന്തൊക്കെയോ വെക്കുന്നുണ്ട്, ക്ലിപ്പൊക്കെ വെക്കുന്നുണ്ട്. ഫുള്ള് നമ്മളെ കല്ല് വെച്ച് കൊത്തി ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് അല്ലേ? കരിങ്കല്ലല്ലേ അല്ലേ? കരിങ്കല്ലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല സുഖമുണ്ട്. ഇതാ നല്ല സുഖം തരും. ഇങ്ങനെ AC റൂമിലൊക്കെ കേറിയില്ലേ, അതിനെക്കാട്ടും നല്ല തണുപ്പാ. ഒരു കേറ്റാണ്. അതിൻ്റെ രണ്ട് സൈഡിലും മാർക്കറ്റ്. നല്ല മണം ചന്ദനത്തിൻ്റെ ഒക്കെ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പൂജിച്ചിട്ടൊക്കെ പ്രസാദവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എന്തോ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് നേരെ മുകളിൽ ആദ്യം കയറി നോക്കാം. ഇവിടെ കണ്ടോ എന്തോ ഒരു മൃഗം. എന്താണ് നിനക്ക് ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ ചെയ്യും. പേടിയാവുന്നത് അതങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമോന്ന് അറിയില്ല. ഏരിയ ഫുള്ള് മാർക്കറ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത്. ഓരോ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട്. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്നായിരിക്കും. ഇവിടെ ഫുൾ ആളാണ്. വലിയ രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് അങ്ങനെ കാണുന്നില്ല, ചെടികളൊക്കെ മറങ്ങിയിട്ടാണ് ഉള്ളത്. നോക്കൂ ഗായ്സ്, ഗണപതി. ബുദ്ധനൊക്കെ ഉണ്ട്. ഗണപതിനെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ നേരത്തെ വാട്ടർ സ്പോർട്സിൻ്റെ അടുക്ക പോയില്ലേ, അപ്പോൾ നമ്മൾ പാരാസൈലിംഗ് ചെയ്യേണ്ടിയിട്ട് ബോട്ടിൽ കയറിയ ടൈം അവിടെ അമ്പലത്തിൽ ബൂം ബുവസോ ഇല്ലേ, അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും അത് നിർത്തി കുറച്ച് കഴിയുമ്പോഴേക്കാണ് ബാങ്കും കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലാണ് ഇപ്പം അതൊന്നും കേൾക്കാനില്ലാത്തത്. നമ്മൾ വന്ന സ്ഥലമാണ് അതൊക്കെ. യെസ്, ഇവിടെ നിന്നാണ് നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റും. കൂടുതൽ നമുക്കിങ്ങനെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാൻ പറ്റും. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. ഇതേ ഒരു പാമ്പ് ഉണ്ടോ, രണ്ടെണ്ണുണ്ട്, ഒന്ന് തൂർന്ന് ചുറ്റും. ഒരു വ്യൂ കിട്ടുന്നുണ്ട് ആ ടെമ്പിളിൻ്റെ. നേരത്തെ പോയ സ്ഥലത്തിനെക്കാട്ടിലും ഫ്രണ്ട്, അതായത് അതിൻ്റെ ആ സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ിലേക്ക് വന്നത്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാം. കണ്ടോ, സ്റ്റെപ്പൊക്കെ കയറി പോകാൻ പറ്റുന്ന രീതിയിൽ. നമ്മളപ്പോൾ തിരിച്ച് പുറത്തേക്ക് തന്നെ പോവാണ്. നല്ല സുഖമുണ്ടായിരുന്നു. വേണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. ഇവിടുത്തെ
രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സമയം 5 മണി ആവാനായി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് താമസ സ്ഥലത്തേക്കാണ്, ഹുബൂദിലുള്ള ഫുൾ മൂൺ പൂൾ വില്ലയിലേക്ക്. ഇവിടുന്ന് 1 മണിക്കൂർ ഉണ്ടെന്നാണ് കാണിച്ചത്. നോക്കാം. നമ്മൾ രണ്ടാളും ഒരു മിൽക്ക് ഷേക്ക് വാങ്ങി. ഞാൻ ചോക്ലേറ്റും ബട്ടൺ സ്ട്രോബെറി. നമ്മളപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി. ഇതേ നമ്മളെ വണ്ടി. നമ്മളിപ്പോൾ പോവാണ്. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ വേണം വണ്ടിയിലിരുന്ന് കുറച്ച് സമയം ഉറങ്ങാം. നോക്കാം. അപ്പോൾ ഇതാ ഫുൾ മൂൺ വില്ലയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. നൈസ്, കൊള്ളാം. നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. കീരാങ്കിരിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങള്? Open 11 until 5 last order. 11 in the morning and 5 last order. നമുക്ക് പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം 113. നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂമൊക്കെ കണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. റൂമെന്നൊക്കെ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. ദിവട്ടാന്ന് തുറയ്ക്കും. മെയിൻ ഡോറ് തുറന്ന് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പം അവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. അതിനു മുന്നേ നോക്ക്, നമുക്കിവിടെ പ്രൈവറ്റ് പൂളുണ്ട്. യെസ്, പ്രൈവറ്റ് പൂളുണ്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ഒരു 2 ചെയറും ഒരു ടേബിളും. പിന്നെ ഇത് പ്ലാസ്റ്റിക് പൂവായിരിക്കാം. യെസ്, പ്ലാസ്റ്റിക് പൂവാണ്. പിന്നെ നമുക്കിവിടെ 2 ചെയേഴ്സ് വരുന്നുണ്ട്. ബാത്തിങ് ചെയർ അല്ലേ ഇത്? യെസ്. പിന്നെ ഇവിടെ ഒരു കുട വരുന്നുണ്ട്. മഴയുള്ള സമയമായതുകൊണ്ടായിരിക്കാം. ഇനി നമുക്ക് റൂമിലേക്ക് കയറാം. ഇവിടെ റൂം തുറക്കൂ. വലിയ റൂമാണ്, നോക്ക്. ഈ സൈഡിൽ TV വരുന്നുണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ഇതിവിടെ AC. ഇതാണ് നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ ഫോണുണ്ട്. പിന്നെ ഒരു സോഫ വരുന്നുണ്ട്. ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നലെ കഴിച്ച ആ ഫ്രൂട്ടാണ്. പിന്നെ ഓറഞ്ച്, ഗ്രേപ്സ്, പഴം. ഇവിടെ നമുക്കൊരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ. പിന്നെ ഇവിടെ വേറെ ഒരു അലമാര വരുന്നുണ്ട്. അലമാരൻ്റെ ഉള്ളിൽ നമുക്ക് ബാത്തിങ് ഡ്രസ്സൊക്കെ ഉണ്ട്. കെറ്റിൽ വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂമിൽ നമ്മുടെ മിറർ നോക്ക്. നമുക്ക് ബാത്തിങ് ടബ് ഉണ്ട്. പിന്നെ ഷവർ ഏരിയ, ക്ലോസറ്റ്, വാഷ് ബേസൺ, അത്രയൊക്കെ തന്നെ. ഇവിടെ റൂം ഇഷ്ടമായോ? നമ്മള് പ്രതീക്ഷിച്ചാലും അടിപൊളിയായിന്. എന്താ വെച്ചാൽ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കണം. ഇവിടെ കഫ്റ്റീരിയ വരുന്നുണ്ട്. നമുക്ക് ഡിന്നർ 9:30 വരെയും ബ്രേക്ക്ഫാസ്റ്റ് 7 to morning 10 വരെയും ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, ചായ കുടിക്കണോ അതോ കുളിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഡിന്നർ കഴിച്ചാൽ മതിയോ നോക്കാം. നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. പുറത്ത് നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ട്. കുറേ സമയം പൂളിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് കുളിച്ച് വന്നതാണ്. അവിടെ പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ, എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉള്ളതെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇടീൻ്റെ സൗണ്ട് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ സീറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിരിക്കില്ല, ഇവിടെ അങ്ങോട്ടായിരിക്കില്ല അല്ലേ റെസ്റ്റോറൻറ്റ്? ഇവിടെ സീറ്റിംഗ് ആണ്. അല്ല ഇവിടെയാണോ?
ഓക്കെ, ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ നിന്നും സ്റ്റാർട്ടേഴ്സായിട്ട് ചിപ്സ് കൊണ്ട് തന്നിട്ടുണ്ട്. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ചിക്കൻ ബർഗർ, പിന്നെ ഒരു ചിക്കൻ പെപ്പർ പിസ്സയാണ് ഓർഡർ ചെയ്തത്. ബ്ലാക്ക് പെപ്പർ പിസ്സയാണ് ഓർഡർ ചെയ്തത്. ബർഗറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും സോസും സാലഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.